friends, welcome back to Ella's Kitchen and Beyond. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ എത്തി അല്ലേ? നിങ്ങളെല്ലാവരും അപ്പം ഉണ്ടാക്കുന്നുണ്ടോ ക്രിസ്മസിന്? എന്തായാലും ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അപ്പത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. അതിന്റെ പേരാണ് സുന്ദരിയപ്പം. എങ്ങനെയുണ്ട്? പേര് കേട്ടിട്ട് തന്നെ അടിപൊളിയല്ലേ? അതുപോലെ തന്നെയാണ് ടേസ്റ്റും. എൻ്റെ ഒരു ഫ്രണ്ട് സിജു കുറേ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് ഞാൻ മിക്കവാറും ഇത് ഇവിടെ ഉണ്ടാക്കാറുണ്ട്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ്. നമ്മൾ സാധാരണ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഈ കുറുക്കി ചേർക്കണമല്ലോ. ഇതിനതൊന്നും വേണ്ട. അത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത് എളുപ്പവുമാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഈ സുന്ദരിയപ്പം ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ സുന്ദരിയപ്പം ഉണ്ടാക്കാനായിട്ട് വേണ്ട പച്ചരി ഞാനിവിടെ വെള്ളത്തിലിടുകയാണ്. സാധാരണ ഇത് അരി അരച്ചാണ് ഉണ്ടാക്കുന്നത്. അരിപ്പൊടി കൊണ്ട് ഇത് ഉണ്ടാക്കാറില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 3 കപ്പ് അരിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിപ്പം വെള്ളത്തിലിട്ട് നന്നായി കഴുകിയതിന് ശേഷം ഒന്ന് കുതിരാനായിട്ട് ഇടണം. അപ്പോൾ ഞാനൊരു 2-3 പ്രാവശ്യം ഇത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അതങ്ങ് കുതിരാൻ വെക്കണം. അപ്പോൾ ഇതൊരു 5-6 മണിക്കൂറെങ്കിലും ഒന്ന് കുതിരണം കേട്ടോ. അത് കഴിഞ്ഞാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കഴുകി വെള്ളത്തിലിട്ട് നമ്മൾ നഖയൊക്കെ വെള്ളം ഒഴിച്ച് ഇതിങ്ങനെ വെച്ചേക്കണം. അപ്പോൾ ഒരു 6 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് നന്നായി കുതിർന്നിട്ടുണ്ട്. ഞാൻ ആ വെള്ളമൊക്കെ നന്നായി ഒന്നുകൂടെ ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷം അത് ഇവിടെ എടുത്തു വെച്ചിരിക്കുകയാണ്. വെള്ളമൊക്കെ ഊറ്റി എടുത്തു വെച്ചിരിക്കുകയാണ്. അടുത്തതാണ് നമ്മൾ സുന്ദരിയപ്പത്തിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, അതായത് അവൽ. ഞാനിവിടെ വെളുത്ത അവലാണ് ഉപയോഗിക്കുന്നത്. ഇത് വളരെ കനം കുറഞ്ഞ ഒരു അവലാണ്. അപ്പോൾ ഇത് 1 കപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണം. ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ക്യാനിനകത്ത് തേങ്ങാപ്പാലാണ് മേടിച്ചത് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടിയത് വേണം. ഇവിടെ ഞാനൊരു 1.5 കപ്പ് തേങ്ങയാണ് ഉപയോഗിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഈസ്റ്റാണ്. ഇത് 1 ടീസ്പൂൺ റാപ്പിഡ് റൈസ് ഈസ്റ്റാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്, അതായത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. പിന്നെ കുറച്ച് ഷുഗർ വേണം. പിന്നെ കുറച്ച് ചെറു ചൂടുള്ള വെള്ളം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് നമ്മുടെ സുന്ദരിയപ്പം ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വെക്കണം. ഒരു ഗ്ലാസ്സിനകത്ത് ഞാനൊരു 1/4 കപ്പ് ചെറു ചൂടുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തു. അത് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കണം. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. ആ ഈസ്റ്റോടെ ഇട്ടതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മളങ്ങ് മാറ്റി വെക്കണം. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നോളും. നമ്മൾ ഈ അരിയൊക്കെ അരച്ച് കഴിയുമ്പോഴത്തേനും തന്നെ അതങ്ങ് പൊങ്ങി വരും. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അവൽ, അതിൻ്റെ നഖമൊക്കെ വെള്ളം ഒഴിച്ച് അതങ്ങോടെ അങ്ങ് മാറ്റി വെക്കാം. അതൊന്ന് കുതിരാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ അരി 2 ആയിട്ടാണ് ഞാനിത് അരയ്ക്കുന്നത്. ഒരു 1/2 എടുത്ത് ആദ്യം തന്നെ ഒന്ന് അരയ്ക്കാം. ഇത്ര അരി ഒന്നിച്ച് അരയ്ക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പകുതി എടുത്തത്. അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ നമ്മൾ ചേർക്കുകയാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് ഇതൊന്ന് അരയ്ക്കുമ്പോൾ അതിന് നല്ലൊരു മയമൊക്കെ വരും. അതിനുവേണ്ടിയാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് അരയ്ക്കുന്നത്. അപ്പം ബാക്കി ഒരു കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കരുത് ആദ്യം തന്നെ, കാരണം അത് അറിയാനായിട്ട് പാടാണ്. ഇത് നന്നായി ഒന്ന് അരയ്ക്കാം. അപ്പം കുറച്ചൊന്ന് അരച്ചതിന് ശേഷം നമുക്കത് ഒന്നുകൂടെ സ്റ്റോപ്പ് ചെയ്തിട്ട്, മിക്സി സ്റ്റോപ്പ് ചെയ്തിട്ട് അതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് അരിയൊക്കെ പറ്റി പിടിച്ചിരിക്കും. അതിന് ശേഷം ഒരു ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് നന്നായിട്ട് തന്നെ അത് അരച്ചെടുക്കണം. ഈ അരി നന്നായിട്ട് അരയ്ക്കണം കേട്ടോ. ഒട്ടും തരിയൊന്നും പറ്റത്തില്ല. നന്നായിട്ട് തന്നെ അരയ്ക്കണം. ഇതിപ്പോൾ നന്നായി അരച്ചു വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കലക്കി വെക്കുമ്പോഴത്തേനും ഇച്ചിരി ഇടയുള്ള ഒരു പാത്രത്തിൽ വേണം ഇത് ഒഴിച്ചു വെക്കാൻ. കാരണം ഇത് നമ്മുടെ ഈ അപ്പം പൊങ്ങി വരുമ്പോഴത്തേനും അതിനുള്ള സ്പേസ് വേണമല്ലോ, അല്ലെങ്കിൽ എല്ലാം അത് താഴെ പോവും. അതുകൊണ്ടാണ്. പിന്നെ ബാക്കിയുള്ള അരി കൂടി നമുക്ക് അരയ്ക്കാം. ബാക്കി ഇരുന്ന തേങ്ങാപ്പാൽ കൂടി നമുക്ക് അതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു കുറച്ച് വെള്ളം കൂടെ അതോടെ ഒഴിച്ച് നേരത്തെ അരച്ചതുപോലെ തന്നെ നന്നായിട്ട് നമുക്കിതങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ അരി മുഴുവൻ നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുതുക്കാൻ വെച്ചിരുന്ന അവൽ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇത് തീരെ കനം കുറഞ്ഞ അവലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അവൽ കട്ടിയുള്ളതാണെങ്കിൽ കുറച്ച് നേരം കൂടെ അത് കുതുക്കാനായിട്ട് വെക്കണം. അപ്പോൾ അവലും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ അരി അരിച്ചതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ അരയ്ക്കുന്നത് തേങ്ങയാണ്. ഇത് 1.5 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇത് ഒത്തിരി നന്നായിട്ടൊന്നും അരയേണ്ട കേട്ടോ. ഇതൊന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പം നമ്മൾ ഈ അപ്പം കഴിക്കുമ്പോൾ അതിനകത്ത് ഇടയ്ക്ക് തേങ്ങ കടിക്കുന്നത് നല്ലതാണല്ലോ. അതുകൊണ്ട് ഒത്തിരി നന്നായിട്ട് അരയ്ക്കേണ്ട, ഒതുക്കിയാൽ മതി. അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ തേങ്ങയും ഇതിനകത്തേക്ക് ചേർത്തു. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലോട്ടൊക്കെ അത് പത പോലെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അതുകൂടി ഈ സമയത്ത് നമ്മുടെ മിക്സിനകത്തേക്ക് ചേർക്കാം. പിന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്യുകയാണ്.
അപ്പോൾ നമ്മുടെ ഈ മിക്സ് നന്നായിട്ട് അത് പെട്ടെന്ന് അത് പൊങ്ങി വരാനായിട്ട്, ഈ അപ്പം പൊങ്ങി വരാനായിട്ട് ഈ പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപ്പ് ഇടുന്നില്ല കേട്ടോ, ഉപ്പ് ഞാൻ പിന്നീട് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് അടച്ചു വെക്കാം. ഇനി ഇതൊന്ന് പൊങ്ങി വരണം. അതിനുവേണ്ടി ഒരു 4-5 മണിക്കൂർ എടുക്കും. അതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ അപ്പത്തിൻ്റെ മാവെല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, ഇതെല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ഇതിന് കണ്ടോ, ഇത്രയും തിക്നെസ് വേണം കേട്ടോ, ഒത്തിരി വെള്ളം പോലെ ഇരിക്കരുത്, ഇച്ചിരി തിക്കായിരിക്കണം നമ്മുടെ മാവ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഉപ്പിട്ടില്ലായിരുന്നെന്ന്. അപ്പോൾ ഈ സമയത്ത് ഈ മാവ് പൊങ്ങിയതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് ഇച്ചിരി കുറവാണ്, അതുകൊണ്ട് ഞാൻ ഒരു 1/2 ഓട് ചേർക്കുന്നുണ്ട്. അപ്പം 1 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്തത്. അപ്പോൾ അതോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കാം. എന്നിട്ട് നമുക്കൊന്ന് നോക്കാം പാകമാണോ എന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് നല്ല പാകമായിരുന്നു, അതുകൊണ്ട് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. ഇതിനൊരു ചെറു മധുരമുള്ളതാണ് ഒരു കുറച്ചുകൂടെ നല്ലത്, അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ഷുഗർ കൂടെ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പഞ്ചസാരയുടെ അത്ര ഒരു മധുരമുള്ള അപ്പം ഇഷ്ടമല്ലെങ്കിൽ, ഇത് ഒത്തിരി മധുരമില്ല കേട്ടോ, ഒരു ചെറുതായിട്ടുള്ള ഒരു മധുരമേ ഉള്ളൂ. അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ അത് ആഡ് ചെയ്യേണ്ട, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കതങ്ങ് ചുടാൻ തുടങ്ങാം. അപ്പം ഞാനിങ്ങനെ ഒരു ഫ്രൈ പാനാണ് ഇവിടെ അടുപ്പ് വെച്ചിരിക്കുന്നത്. പാൻ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു തവി മാവ് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് പതുക്കെ ഒന്ന് നിരത്തിയിട്ട് ഇതുപോലെ മൂടി വെക്കണം. അത് ഒത്തിരി ചൂട് വെക്കരുത്, മീഡിയം ഫ്ലെയിമേ വെക്കാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അതങ്ങ് എടുത്തേക്കാം. ഇതൊരു പാത്രത്തിലേക്ക് നമുക്കങ്ങ് മാറ്റി വെക്കാം. അതിനുശേഷം ഇനി ഒരു അപ്പം കൂടെ നമുക്ക് ഉണ്ടാക്കാം. ഇതുപോലെ നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു തവി മാവ് ഒഴിക്കുക, പതുക്കെ ഒന്ന് നിരത്തുക, എന്നിട്ട് മൂടി വെക്കുക. നമ്മൾ സുന്ദരിയപ്പം ഉണ്ടാക്കുമ്പോൾ അത് മറിച്ചിടത്തില്ല കേട്ടോ, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതുപോലെ നമ്മൾ മൂടി വെച്ച് തന്നെ വേണം എപ്പോഴും ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഒരു 2 പാനൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും അടുപ്പിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് അത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എല്ലാം തന്നെ നന്നായി വന്നിട്ടുണ്ട്. ഇത് വളരെയധികം നല്ല മയമുള്ള ഒരു അപ്പമാണ്. അപ്പോൾ ഈ അപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് കപ്പി കാച്ചണ്ട, ഒന്നും ചെയ്യണ്ട, ഇത് അവലരച്ചാൽ മതി. അപ്പോൾ അവലരയ്ക്കുമ്പോൾ നല്ല മയമാണ് ഇതിന് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു അപ്പം എടുത്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതിന് എന്തോ ഒരു മയം ഉണ്ടെന്ന്. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് മയം ഇതെന്നറിയാമോ. കയ്യിലെടുക്കുമ്പോൾ തന്നെ വളരെ സോഫ്റ്റാണ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ലൊരു ടേസ്റ്റുള്ള അപ്പമാണ്. അപ്പോൾ സാധാരണ നമുക്ക് നമ്മളുടെ മുട്ട റോസ്റ്റോ അല്ലെങ്കിൽ എന്ത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ മട്ടൻ കറി ഉണ്ടാക്കി ഇരിപ്പുണ്ടായിരുന്നു, അതിൻ്റെ കൂടെയാണ് കഴിച്ചത്. ഇല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾ സ്റ്റൂവോ അങ്ങനെ എന്ത് കറിയും കേട്ടോ. ചിലപ്പം കറി ഇല്ലെങ്കിൽ തന്നെ ഈ അപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് സുന്ദരിയപ്പം ഉണ്ടാക്കുന്നതെന്ന്. എളുപ്പമല്ലേ? എന്തായാലും ഈ ക്രിസ്മസിനൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വേറെ വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. താങ്ക്